എൻ്റെ പേര് അസീന. വീട് മലപ്പുറത്താണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം പൂത്തു നിറഞ്ഞു. അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കിപ്പോൾ വയസ്സ് 35 കഴിഞ്ഞു. ആരെങ്കിലും ഒന്ന് വന്ന് കയറിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് നടന്ന കാലം. ഭർത്താവ് ഗൾഫിലാണ്. ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. പേര് മുജീബ് റഹ്മാൻ. 1.5 വർഷം എടുക്കും മൂപ്പരൊന്ന് നാട്ടിലേക്ക് വരാൻ. വന്നാലോ, നാട്ടിലൊരു ചപ്പാത്തി കമ്പനിയുണ്ട്. മൂപ്പരുടെ ഫ്രണ്ടും കൂടി തുടങ്ങിയതാ. 24 മണിക്കൂറും അവിടെ തന്നെയാ. എന്ന് വെച്ച് എനിക്കുള്ളതെല്ലാം രാത്രി കിട്ടുന്നുണ്ട് കേട്ടോ. അതിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഞാൻ പറഞ്ഞത് എന്താന്നാ, നമുക്കുണ്ടായില്ലേ ഭർത്താക്കന്മാരുടെ കൂടെ ഇരിക്കാൻ ഒരാഗ്രഹം. അതെനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഒരാണും ഒരു പെണ്ണും. ഒരാൾ 4ാം ക്ലാസ്സിലും മറ്റേയാൾ 6ാം ക്ലാസ്സിലും. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. അവിടെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുപ്പയും മാത്രം. ഭർത്താവിന് ഒരിക്കയും ഒരിത്തയും ഉണ്ട്. ഇക്ക കുറച്ച് കാലം മുമ്പ് വേറെ വീടെടുത്ത് മാറിപ്പോയി. പിന്നെ ഇത്ത ഭർത്താവിൻ്റെ കൂടെ അവരുടെ വീട്ടിലാണ്. താത്താക്ക് 3 മക്കളാണ്. 2 ആണും ഒരു പെണ്ണും. മൂത്തവൻ ഗൾഫിലാണ്. 2ാമത്തവൻ നാട്ടിലൊരു പണിക്കും പോവാതെ കറങ്ങി നടക്കാണ്. പിന്നെ മോളൂട്ടി, അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ 2ാമത്തവൻ, അവൻ്റെ പേരാണ് ഷാഫി. വയസ്സ് ഒരു 22 കാണും. എനിക്ക് എന്ത് സഹായത്തിനും ഞാൻ അവനെയാണ് വിളിക്കാറ്. എപ്പോൾ വിളിച്ചാലും അവൻ ഓടി വരും. ഭർത്താവിൻ്റെ ഉപ്പാക്ക് ചെറിയ രീതിയിലുള്ള സ്ഥലക്കച്ചവടവും മരക്കച്ചവടമൊക്കെ ഉണ്ട്. അങ്ങനെ പലതും ഉള്ളതുകൊണ്ട് വീട്ടിലൊരു സഹായത്തിന് എനിക്കാരെയും കിട്ടാറില്ല. താത്തയുടെ വീട് എൻ്റെ വീട്ടിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ പോകണം. ഷാഫിക്ക് ഒരു ബൈക്കുണ്ട്. ഞാൻ വിളിച്ചാൽ അവൻ എവിടെയാണെങ്കിലും ഓടിയെത്തും. അതുകൊണ്ട് തന്നെ എനിക്കവനെ ഭയങ്കര കാര്യമാണ്. അതിവിടെ എല്ലാവർക്കും അറിയാം. ഒരു ദിവസം എൻ്റെ അമ്മായിയപ്പൻ ഒരാപ്പ വണ്ടിയിൽ കുറച്ച് വിറക് കൊണ്ടുവന്നു. വിറകെല്ലാം മുറ്റത്ത് തട്ടിയിട്ട് അതെല്ലാം എടുത്ത് വെച്ചേക്ക് എന്നൊരു ഡയലോഗും പറഞ്ഞ് അയാളങ്ങ് പോയി. ഈ നടക്കാൻ വയ്യാത്ത ഉമ്മയുമായി ഞാൻ എങ്ങനെയാ ഈ വിറകെല്ലാം അങ്ങനെ എടുത്തു വെക്കുക? അതും വീടിനുള്ളിലെ കിച്ചൻ്റെ മുകളിലുള്ള വിറക് പുരയിലേക്ക് കയറ്റണം. ഞാനെൻ്റെ സ്ഥിരം സഹായിയായ ഷാഫിയെ വിളിച്ചു. ഹലോ ഷാഫി, നീ എവിടെയാടാ? ഞാനിവിടെ പാടത്ത് കളിക്കാം. എന്താ അമ്മായി? എടാ, നീ ഒന്ന് വരുമോ? ഉപ്പ കുറച്ച് വിറകിറക്കിയിട്ടുണ്ട്, അതൊന്ന് എടുത്തു വെക്കാനാടാ. അതമ്മായി, ഞാനിവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ കളി കഴിഞ്ഞ് വരാം. എടാ പ്ലീസ്ടാ, നല്ല മഴ വരുന്നുണ്ട്. വിറകെങ്ങാനും മഴയത്ത് നനഞ്ഞ ഉപ്പ എന്നെ കൊല്ലും. നീ ഒന്ന് വേഗം വാടാ. ഫസ്ലും ഇല്ലേ അവിടെ? അവനോട് അത് മഴ നനയാതെ എങ്ങോട്ടെങ്കിലും വെക്കാൻ പറ. ഞാൻ വന്നിട്ട് നമുക്കൊരുമിച്ച് മേലേക്ക് കയറ്റാം. ആടാ, അത് ഞാൻ ചെയ്തോളാം. നീ മറക്കാതെ വരണം. മറക്കുമോ? ഞാനിനി വിളിക്കണോ നിന്നെ? ഏയ്, അതൊന്നും വേണ്ട അമ്മായി. കളി കഴിഞ്ഞാൽ ഞാൻ ഉടനെ അവിടേക്ക് എത്താം. അങ്ങനെ ഞാനും മോളും പോയി വിറകെല്ലാം വീടിൻ്റെ ഒരു മൂലയിലേക്കാക്കി. മകൻ ഹസ്ലുവിന് പനിയായതുകൊണ്ട് അവൻ കിടക്കായിരുന്നു. ഞാൻ അവനെ ഒന്നും വിളിച്ചില്ല. അങ്ങനെ വൈകുന്നേരം ഒരു 6:30 ആയപ്പോൾ ഷാഫി വന്നു. ഞാൻ മക്കൾക്ക് ചായയെല്ലാം കൊടുത്ത് പഠിക്കാൻ പറഞ്ഞ് ഷാഫിയെ സഹായിക്കാൻ ഷാഫിയുടെ അടുത്തേക്ക് പോന്നു. ഉപ്പ നിസ്കരിക്കാൻ പള്ളിയിലോട്ടും പോയി. ഉമ്മ റൂമിൽ നിസ്കരിച്ച് എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാനും ഷാഫിയും പുറത്തുള്ള വിറകെല്ലാം ആദ്യം കിച്ചണിലേക്ക് എത്തിച്ചു. അപ്പോഴേക്കും ഞാൻ ആകെ തളർന്നിരുന്നു. അമ്മായി അവിടെ ഇരുന്നോ, ഇത് ഞാൻ ചെയ്തോളാം, അവൻ എന്നോട് പറഞ്ഞു. ഏയ്, ഇതെല്ലാം കൂടി നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് മേലെ കയറ്റാൻ പറ്റില്ലടാ. നീ മേലേക്ക് കയറിക്കോ, ഞാൻ എടുത്തു തരാം. നീ അത് വാങ്ങി ഒതുക്കി വെച്ചാൽ മതി. ഇപ്പോൾ തന്നെ അമ്മായിയാകെ തളർന്നിരിക്കുക. ഇനിയിപ്പോൾ എങ്ങനെയാ അമ്മായി ഇതെല്ലാം എടുത്ത് എനിക്ക് പൊക്കിത്തരിക? അവൻ ചോദിച്ചു. അത് സാരില്ലടാ, ആദ്യം ഞാൻ കുറച്ച് ചായ എടുക്കാം. അത് കുടിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. ചായ അല്ലേ നേരത്തെ കുടിച്ചത്? എനിക്ക് വേണ്ട അമ്മായി. അമ്മായി കുടിച്ചിട്ട് വാ, ഞാൻ അവിടെ കയറി നിൽക്കാം. അവൻ അതും പറഞ്ഞ് കിച്ചണിലെ വിറക് കൂട്ടിലേക്ക് കയറി. ഞാൻ പോയി ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ക്ഷീണമെല്ലാം മാറ്റി അവൻ്റെ അടുത്തേക്കെത്തി.
വിറക് മുകളിലേക്കെടുത്ത് കൊടുക്കാനായി ഞാൻ അവനെ മുകളിലേക്ക് നോക്കിയതും ശരിക്കും ഞാനൊന്ന് ഞെട്ടി. ഒരു മുണ്ട് മാത്രം ഉടുത്തിട്ട് വന്ന അവൻ അടിയിൽ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ കണ്ടത് അവൻ കണ്ടിട്ടില്ല. അവനപ്പോൾ അവിടെയുള്ള പഴയ വിറകുകളെല്ലാം ഒതുക്കി വെക്കുമായിരുന്നു. നെട്ടൽ മാറാതെ ഞാൻ താഴേക്ക് നോക്കി നിന്നു. കുഞ്ഞുനാൾ തൊട്ട് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാ. കുഞ്ഞിലെ പലപ്പോഴും ഞാൻ അതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും അത് ഇത്ര വളർന്നു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ കിളിപോയ ഒരവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. ഞാൻ ചുമ്മാ അവനൊന്ന് തട്ടി. ഡാ ഷാഫി, നീ ഇങ്ങനെയാണോ ഫുട്ബോൾ കളിക്കാൻ പോയത്? ഞാൻ അവനോട് ചോദിച്ചു. ഫുട്ബോൾ അല്ല അമ്മായി, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാരാ. അപ്പോൾ ഇതൊക്കെ മതി. ഓ അങ്ങനെ. അല്ല, എന്തായി പിന്നെ നിൻ്റെ ജോലിക്കാരും? നിൻ്റെ കാക്കാൻ്റെ അടുത്തേക്ക് നീ പോകുന്നുണ്ടോ? ഏയ്, ഞാനൊന്നും പോകുന്നില്ല. എനിക്കൊന്നും വയ്യ അവിടെ പോയി കഷ്ടപ്പെടാൻ. ഞാനിവിടെ വല്ല പരിപാടിയും തട്ടിക്കൂട്ടാൻ നോക്കുക. അവൻ അത് പറയുമ്പോഴും അടയിലൊന്നുമില്ലെന്ന കാര്യം അവൻ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായില്ല. ഞാൻ ഓരോ വിറക് കൊള്ളിയായി അവനെ മേലേക്കെടുത്ത് നീട്ടി. അവൻ എൻ്റെ കയ്യിൽ നിന്നും ഓരോ വിറക് കൊള്ളി കൈ നീട്ടി വാങ്ങി അവിടെ ഒതുക്കി വെച്ചുകൊണ്ടിരുന്നു. ഓരോ വിറക് കൊള്ളി അവൻ വാങ്ങി തിരിയുന്ന സമയം ഞാൻ അതിലേക്ക് നോക്കി വെള്ളമിറക്കി. അവനാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ഞാൻ കൊടുക്കുന്ന വിറക് കൊള്ളികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അകത്തുനിന്ന് ഉമ്മയുടെ വിളി വന്നു. ഉമ്മ ഇങ്ങോട്ട് വന്നാൽ എല്ലാം കുളമാകും. ഞാൻ വേഗം ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഡി, ഞാൻ വരണോ? നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ അത്? ഉമ്മ ചോദിച്ചു. അത് കുഴപ്പമില്ല അമ്മ, അത് ഞാനും ഷാഫിയും നോക്കിക്കോളാം. ഉമ്മ വരണ്ട. അല്ലെങ്കിൽ ഉപ്പ വന്നിട്ട് ചെയ്യാം. തൽക്കാലം അവനോട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ. ഉമ്മ വീണ്ടും പറഞ്ഞു. ആ വയ്യാത്ത ഉപ്പയെ കൊണ്ട് വിറകടുപ്പിക്കുമല്ലേ? ഉമ്മ ഒന്ന് മിണ്ടാണ്ടിരുന്നേ, അത് ഞാനും അവിടെ നോക്കിക്കോളാം. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് പോയി. അവന് ഓരോ വിറക് കൊള്ളി എടുത്തു വെച്ച് കൊടുത്തോണ്ടിരുന്നു. മുകളിൽ വെച്ച വിറകുകളുടെ മുകളിൽ കയറി നിൽക്കുന്നത് കൊണ്ട് കാലുകൾ നല്ല അകലത്തിലായിരുന്നു അവൻ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് അവിടെയുള്ളതെല്ലാം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പരിപാടി നടക്കുമ്പോൾ എന്തായിരിക്കും എന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. അമ്മായി, കാക്കിനി എന്നാ വരുന്നത്? അവൻ എന്നോട് ചോദിച്ചു. കാക്കിനി അടുത്തൊന്നും വരുമെന്ന് തോന്നില്ലടാ. അവിടെ പുതിയൊരു ഹോട്ടൽ തുടങ്ങണമെന്ന് പറഞ്ഞ് നടക്കാം. എന്താടാ, നിനക്ക് എന്തെങ്കിലും വേണോ വരുമ്പോൾ? ഏയ്, എനിക്കൊന്നും വേണ്ട. ഞാൻ ചുമ്മാ ചോദിച്ചതാ. നിൻ്റെ മുഖം കണ്ടിട്ട് എന്തോ നിനക്ക് ആവശ്യമുണ്ടല്ലോ. പറഞ്ഞോ, ഞാൻ കാക്ക വിളിക്കുമ്പോൾ പറഞ്ഞോളാം. എന്താ നിനക്ക് വേണ്ടത്? അത് പിന്നെ അമ്മായി, ഒരു ക്രീമുണ്ട്. ഈ മുഖത്തുള്ള കുരുവും പാടൊക്കെ മാറ്റി നല്ല ബ്രൈറ്റ് ആവുന്ന ക്രീമാണ്. അതിവിടെ കിട്ടില്ല. ഇനി കിട്ടിയാലും അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. അവിടെ നിന്നാവുമ്പോൾ ഒറിജിനൽ കിട്ടും. അത് കൊണ്ടുവരാനാ. ഓ അതാണോ? അത് ഞാൻ പറഞ്ഞോളാം. അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോൾ കാക്ക കൊടുത്തു വിട്ടോളും. വേറെന്തെങ്കിലും വേണോ നിനക്ക്? ഏയ്, വേറൊന്നും വേണ്ട, അത് മതി. അല്ല, അതിന് നിൻ്റെ മുഖത്ത് എവിടെയാടോ കുരു? നിനക്ക് മുഖക്കുരുവൊക്കെ വന്നോ ഇത്ര ചെറുപ്പത്തിൽ? ഞാൻ വിറക് കൊള്ളി എടുത്തു കൊടുത്തോണ്ട് ചോദിച്ചു. കുരു അധികമില്ല അമ്മായി. മുഖത്തുള്ള ഈ കരുവാളിപ്പൊക്കെ ഒന്ന് പോകാനാ. ഓ, വെളുക്കാനാണല്ലേ? എന്താ ഷാഫി, ഒരു സൗന്ദര്യബോധമൊക്കെ? ആരെങ്കിലും വളച്ചോ? അതോ ഇനി വളക്കാനാണോ? ഞാൻ ചോദിച്ചു. ഒന്ന് പോവമ്മായി, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ചുമ്മാ. എൻ്റെ പൊന്നു ഷാഫി, നിൻ്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ഇവിടെ എത്തിയത്. അതുകൊണ്ട് നീ ഇങ്ങോട്ട് തള്ളണ്ട. അല്ല, ആരാ കക്ഷി? എവിടെയുള്ളതാ? ഞാൻ അതും ചോദിച്ച് വിറകവന് എടുത്തു കൊടുത്തും അവൻ്റെ പിടുത്തം വിട്ട് ആ വിറക് കഷ്ണം എൻ്റെ ദേഹത്തേക്ക് വീണു. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ അതോ അവൻ ഉന്നം വെച്ചെറിഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. കറക്റ്റ് വീണത് ആസ്ഥാനത്തായിരുന്നു. അയ്യോ അമ്മായി, എന്തെങ്കിലും പറ്റിയോ? അവൻ മുകളിൽ നിന്നും ചാടി ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. ഏയ്, അത് സാരല്ലടാ. നല്ല വേദനയുണ്ടെങ്കിലും ഞാൻ അവനോട് അത് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മുഖം കണ്ടിട്ട് അവന് തന്നെ മനസ്സിലായി ആ വിറക് നല്ലോണം അടിച്ചു കൊണ്ടിട്ടുണ്ടെന്ന്.
വേദന കാരണം ഞാൻ അവിടെ നിന്ന് തന്നെ വെള്ളമെടുത്ത് തടവി. വെള്ളം മാക്സിയിലും എല്ലായിടത്തുമായി. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായി. പെട്ടെന്നാണ് ഞാൻ അവൻ്റെ കണ്ണുകളെ ശ്രദ്ധിച്ചത്. അവൻ്റെ കണ്ണുകൾ രണ്ടും വിറക് വീണ് ഞാൻ തടവിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ട് തന്നെയായിരുന്നു. അതവിടെയെന്ന് ഞാൻ പറയണ്ടല്ലോ. അമ്മായി, ഞാൻ ഉമ്മയോട് പറയട്ടെ? അവൻ എന്നോട് ചോദിച്ചു. ഏയ് വേണ്ടടാ, ഉമ്മയോടൊന്നും പറയണ്ട, അതിപ്പോൾ മാറിക്കോളും. എന്നാ ഞാൻ കുറച്ച് തടവിത്തരാം, അവൻ പറഞ്ഞു. എവിടെയോ? കൊള്ളാലോ നീ. അയ്യോ, അതല്ല അമ്മായി ഞാൻ ഉദ്ദേശിച്ചത്. അമ്മായിയുടെ സങ്കടം കണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അമ്മായി റൂമിൽ പോയി വല്ല മരുന്നുണ്ടെങ്കിൽ അത് പുരട്ടിയിട്ട് വാ. ഏയ് അത് സാരില്ലടാ, നീ കയറിക്കോ, നമുക്ക് ബാക്കിയെടുത്ത് വെക്കാം. ഇല്ല, അത് പറ്റില്ല അമ്മായി. അമ്മായി പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തോളാം. ഡാ, എനിക്ക് കുഴപ്പമില്ല, ഇപ്പം മാറിക്കണ്. നീ കയറ്, ഞാൻ വിറകെടുത്ത് തരാം. എന്നാ അമ്മായി പോയി കുറച്ച് വിക്സെങ്കിലും പുരട്ടിയിട്ട് വാ, അപ്പോൾ പിന്നെ നീര് വീഴില്ല. എവിടെ? ഇതിലോ? എടാ പൊട്ട, വിക്സൊക്കെ ഇതിൽ പുരട്ടിയാൽ ഞാൻ നീറിയിട്ടോടും. നിൻ്റെ ഒരു പൊട്ട ഐഡിയ. ഒന്നും അല്ല അമ്മായി. അങ്ങോട്ടേക്ക് നോക്ക്, ഇപ്പോൾ തന്നെ നീര് വീണ് വീർത്തെന്ന് തോന്നുന്നു. വീർത്തിരിക്കുന്നു. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? ഒന്ന് പോട പൊട്ട, അതങ്ങനെ തന്നെയാ. നീ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ലേ? ആ, എനിക്കിപ്പോൾ അത് നോക്കി നടക്കല്ലേ പണി, അവൻ പറഞ്ഞു. ഓ, ഒരു മാന്യം വന്നിരിക്കുന്നു. മതി ന്യായം പറഞ്ഞത്. ഉപ്പ വരുമ്പോഴേക്കും നമുക്കിത് തീർക്കണം. നീ കയറിക്കേ. ഞാൻ പറഞ്ഞത് കേട്ട് അവൻ വീണ്ടും വിറകുപുരയിലേക്ക് കയറി. ആ കയറ്റത്തിൽ ഞാനെല്ലാം കണ്ണ് നിറയെ കണ്ടു. 40-40 വയസ്സുള്ള ഇക്കാക്ക് പോലും ഇല്ലല്ലോ ഇതുപോലെ ഒരെണ്ണം. ഇവനിത് എങ്ങനെ ഉണ്ടാക്കി? ഞാനൊരു നിമിഷം ആലോചിച്ചു നിന്നു. അമ്മായി, അതിങ്ങോട്ട് എടുക്ക്, പിന്നെ സ്വപ്നം കാണാം. അവൻ ഒരു ചെറിയ വിറകഷ്ണം കൊണ്ട് എന്നെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഡാ, നീ എന്താടാ കഴിക്കുന്നേ? ഞാൻ അവനോട് ചോദിച്ചു. അതെന്താ അമ്മായി അങ്ങനെ ചോദിച്ചത്? അല്ലടാ, നിൻ്റെ ഈ ഉരുക്ക് പോലുള്ള ശരീരം കണ്ട് ചോദിച്ചതാ. ഓ അതാണോ? അത് ഞാൻ ഇടയ്ക്കൊക്കെ ജിമ്മിൽ പോവാറുണ്ട്, അതുകൊണ്ടാ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? പിന്നെ സെറ്റെന്ന് പറയാനുണ്ടോ? പൊളിയല്ലേ? ആരാണെന്നാവോ ആ ഭാഗ്യവതി? ഏത് ഭാഗ്യവതി? എടാ, നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, അധികം സുഖിപ്പിക്കല്ലേ, ഞാനിതൊക്കെ ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. അതുകൊണ്ടല്ലടാ ഞാൻ പറഞ്ഞത്. ശരിക്കും നീ അടിപൊളിയാ. ഇനി ആ ക്രീം കൂടി തേച്ചാ പിന്നെ പറയണ്ട. പറയണ്ടായിരുന്നു. ഡാ, ലൈൻ സെറ്റാവുമ്പോൾ നമ്മളെയൊക്കെ മറക്കുമോ? ഞാൻ വീണ്ടും അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ മറക്കാതെ. നിങ്ങളെയൊക്കെ ആർക്ക് വേണം? നിങ്ങളെല്ലാം എക്സ്പയർ ആയില്ലേ. എനിക്ക് ഫ്രഷായി ഇഷ്ടം, അവൻ പറഞ്ഞു. ഇപ്പോൾ കിട്ടും ഫ്രഷ്, അങ്ങോട്ട് ചെന്ന് കൊടുക്ക്. ഡാ പൊട്ട, ഈ കാലത്തൊന്നും ഫ്രഷ് കിട്ടില്ല. ആര് പറഞ്ഞു? അതൊക്കെ കിട്ടും അമ്മായി. ഒലക്ക് കിട്ടും. ആ പൂതിയൊക്കെ മടക്കി പോക്കറ്റിൽ വെച്ചേക്ക്, ഇത് കാലം വേറെയാ. ഓ, അപ്പോൾ ഈ പറയുന്ന ആളിപ്പോൾ ഫ്രഷ് ആണല്ലോ. നമ്മൾ ഫ്രഷൊന്നും അല്ലേ, നമുക്ക് 2 കുട്ടികളൊക്കെയായി. ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, ഇനി അടുത്ത ജന്മത്തിൽ നോക്കാം, ഞാൻ പറഞ്ഞു. പാവം, നല്ല സങ്കടമുണ്ടല്ലേ, അവൻ ചോദിച്ചു. എന്തിനാടാ? അല്ല, കാക്കയില്ലല്ലോ. ഉണ്ടെങ്കിൽ ഇപ്പോൾ അടിച്ചു പൊളിക്കായിരുന്നു അല്ലേ? എന്തടിച്ചു പൊളിക്കുന്ന കാര്യാടാ നീ പറയുന്നത്? ഞാൻ അവനെ ഒന്ന് കുത്തി ചോദിച്ചു. എൻ്റെ ചോദ്യം കേട്ട അവൻ മുകളിൽ നിന്നും എൻ്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി. എന്താടാ, നീ എന്നെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നോക്കാൻ? ഞാൻ അവനോട് ചോദിച്ചു. അമ്മായി ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാ, പക്ഷെ അമ്മയുടെ ഈ സംസാരം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്ത് പറ്റി അമ്മായിക്ക്? അവൻ ചോദിച്ചു. എടാ ഷാഫി, ഞാനൊരു പെണ്ണാണ്. അല്ല, നിനക്കതിൽ സംശയമൊന്നും ഇല്ലല്ലോ? ഏയ് ഇല്ല. എന്താ അമ്മായി അങ്ങനെ ചോദിച്ചേ? അത് ഇങ്ങനെയൊക്കെ നിന്നാൽ ചിലപ്പോൾ അറിയാതെ കൈവിട്ട് പലതും പറഞ്ഞു പോകും. നീ ആദ്യം അതൊന്ന് കൂട്ടിലാക്ക്. ഒന്നില്ലെങ്കിലും ഭർത്താവ് നാട്ടിലില്ലാത്തൊരു പെണ്ണല്ലേടാ ഞാൻ. ഞാനത് പറഞ്ഞതും അവനാകെ വെപ്രാളത്തിൽ മുണ്ടെല്ലാം ശരിയാക്കി ആ വിറകുമേൽ അവിടെ ചമ്മിയിരുന്നു.
ഡാ, എന്തു പറ്റി? നമുക്കിത് തീർക്കണ്ടേ? വാ, ഉഷാറാവ്. ഷേ, അമ്മായി അമ്മായി ഇതെന്ത് പണിയാണ് കാണിച്ചേ? അമ്മായിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഏയ്, അത് സാരല്ലടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഇതൊക്കെ നിന്നോട് പറയാനാ, അതാ ഞാൻ മിണ്ടാതിരുന്നത്. സോറി അമ്മായി, അമ്മായി ഒന്നും വിചാരിക്കരുത്. ഞാൻ കളി കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ ഊരെ ഇട്ടതാ. പെട്ടെന്ന് അമ്മായി വിളിച്ച കാര്യം ഓർമ്മ വന്നത്. ഞാനൊന്നും നോക്കാതെ നേരെ ബൈക്കെടുത്ത് ഇങ്ങോട്ടേക്ക് പോന്നു. ഡാ, അതിനിപ്പോൾ എന്താ? ഞാൻ നിൻ്റെ അമ്മായിയല്ലേ? കുഞ്ഞുനാളിൽ ഞാൻ എത്ര കണ്ടിട്ടുള്ളതാ. പിന്നെ അന്നൊരു ചെറുവിരലിൻ്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരു കപ്പയുടെ അത്രമായി. അല്ലാതിപ്പോൾ എന്താ? എൻ്റെ അമ്മായി ഒന്നും മിണ്ടാതിരുന്നേ. ഏത് നേരത്താണെന്നാവോ എടുത്തു ചാടി ഇങ്ങോട്ട് വരാൻ തോന്നിയത്. നീ പിറുപിറുക്കണ്ടടാ, ചെക്കനെ കെട്ടിക്കേണ്ട പ്രായമായി. നിൻ്റെ ഉമ്മയെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. ഓ, ഈ അമ്മായിക്ക് ഇത് എന്തിൻ്റെ കേടാ? ആ വിറക് തലയിൽ വീണാൽ മതിയായിരുന്നു. അവൻ പറഞ്ഞു. മതി എന്നാ, ഇത് പിടിക്ക്. ഞാൻ അവന് വീണ്ടും വിറകുകൾ എടുത്തു കൊടുത്തു. അവൻ നാണത്തോടെ ചിരിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും ഓരോ വിറകായി വാങ്ങി ഒതുക്കി വെച്ചു. പെട്ടെന്ന് ഉമ്മ അടുക്കളയിലേക്ക് വന്നു. എന്താടി, ഇത് കഴിഞ്ഞില്ലേ? ഉമ്മ ചോദിച്ചു. ഇല്ലുമ്മ, കുറച്ചുകൂടി ഉണ്ട്. ഉമ്മ റൂമിലോട്ട് പോക്കോ, ഇവിടെ നല്ല പൊടിയുണ്ട്. മൂക്കിൽ കയറിയാൽ പിന്നെ ശ്വാസം മുട്ട് തുടങ്ങും. ആ, അത് ശരിയാ. ഡാ ഷാഫി, നോക്കി നിന്നോ, താഴേക്ക് വീഴണ്ട. അതും പറഞ്ഞ് ഉമ്മ റൂമിലേക്ക് പോയി. ഡാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ അവനോട് ചോദിച്ചു. എന്താ അമ്മായി? നിനക്ക് ഈ ബെസ്റ്റിയൊക്കെ ഉണ്ടോ? ബെസ്റ്റിയോ? അതൊക്കെ അമ്മായിക്ക് എങ്ങനെ അറിയാം? ഓ, നമ്മൾ പിന്നെ ഈ ലോകത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. ഏറിപ്പോയാൽ നിന്നേക്കാളും ഒരു 5-6 വയസ്സ് മൂപ്പ്, അത്രേ ഉള്ളടേ എനിക്ക്. നീ പറയടാ. ഏയ്, എനിക്കൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ പെൺപിള്ളേരുടെ പിറകെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കണം. എന്നെയൊന്നും അതിന് കിട്ടില്ല. അല്ല, അമ്മായിയോട് ആരതൊക്കെ പറഞ്ഞത്? അവൻ ചോദിച്ചു. അത് ഞാൻ ഈ വീഡിയോസിലൊക്കെ കാണുന്നതാ. ഞാൻ കരുതി നിനക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. അതിപ്പോൾ ഉണ്ടായിട്ടെന്തിനാ? നമ്മുടെ പോക്കറ്റ് കാലിയാകാനോ? പോക്കറ്റ് കാലിയാൽ എന്താടാ, കാര്യങ്ങളൊക്കെ നടക്കില്ലേ? അതുപോലെ നിനക്ക്. അയ്യേ, ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. അതുമല്ല, എല്ലാ പെൺപിള്ളേരും അങ്ങനെയൊന്നും അല്ല. ചില പെൺകുട്ടികളെ അങ്ങനെയൊക്കെ നടക്കൂ. പെട്ടെന്ന് കിച്ചണിലേക്ക് എൻ്റെ മോള് വന്നു. ഉമ്മച്ചി, എനിക്ക് വിശക്കുന്നു. എടി, ഒരു 5 മിനിറ്റ്, ഇതിപ്പോൾ കഴിയും, എന്നിട്ട് എടുത്തു തരാം. വേണ്ട, എനിക്ക് വിശക്കുന്നു, ഞാനെടുത്ത് കഴിച്ചോളാം, അവൾ പറഞ്ഞു. ഡി, അതിന് മീനൊന്നും വറുത്തിട്ടില്ല. നീ കണ്ടില്ലേ, ഇവിടെ ആകെ പൊടിയാ. ഇത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് കൊണ്ടുവരാം, ഞാൻ അവളോട് പറഞ്ഞു. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ റൂമിലേക്ക് പോയി. ഡാ, ഇനി നമുക്ക് വേഗം നോക്കാം. ഉപ്പ വരുമ്പോഴേക്കും ചോറെടുത്ത് വെക്കണം. നീ ഇനി അടക്കി വെക്കണ്ട. ഇനി തരുന്നതെല്ലാം അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ ഞങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ ചെയ്തു തീർത്തു. എല്ലാം കഴിഞ്ഞ് അവൻ വേഗം താഴേക്കിറങ്ങി എന്നെ കിച്ചൺ വൃത്തിയാക്കാൻ സഹായിച്ചു. അമ്മായി, ഞാൻ പോട്ടെ, എല്ലാ പണിയും കഴിഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു. പോവാനോ? ഇന്നിനി പോവണ്ടടാ, ഇന്നിവിടെ നിൽക്കാം. ഏയ്, അത് പറ്റില്ല അമ്മായി, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഉമ്മ വഴക്കു പറയും. ഉമ്മയോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാടാ. പിന്നെ കുളിയുടെ കാര്യം, അത് ഇവിടെ നിന്ന് കുളിക്കാമല്ലോ. അതൊന്നും ശരിയാവില്ല. അമ്മായി കണ്ടതല്ലേ എൻ്റെ അവസ്ഥ, തടഞ്ഞു നിർത്താൻ പോലും ഒന്നുമില്ല. ഒന്ന് പോട ചിരിപ്പിക്കാതെ. അല്ലമ്മായി, അമ്മായി കണ്ടതല്ലേ. അതിനിപ്പോൾ എന്താടാ, ആര് കാണാനാ? ആകെയുള്ളത് ഞാനാണ്, ഞാനത് കണ്ടില്ലേ. ഇനി നീ എന്തിനാ പേടിക്കുന്നത്? പേടിയൊന്നുമില്ല, എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്, അതാ. ഓ, എന്നാ പോക്കോ. എന്നാ ചോറ് വെച്ചിട്ട് പോയാലോ? ചോറൊന്നും വേണ്ട അമ്മായി, ഞാൻ അവിടെ പോയിട്ട് കഴിച്ചോളാം. അയ്യടാ, ഇവിടെ വരെ വന്ന് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ചോറിന് അവിടെ പോയിട്ട് കഴിക്കാനോ? അത് പറ്റില്ല. മര്യാദക്ക് കൈയും കാലൊക്കെ കഴുകിയിട്ട് വാ, ഞാൻ ചോറെടുത്ത് വെക്കാം. അവനങ്ങനെ കൈയും കാലും കഴുകാൻ ബാത്റൂമിലേക്ക് പോയി. മീൻ വറുക്കുമ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ കണ്ട അവൻ്റെ ആ കപ്പക്കിഴങ്ങായിരുന്നു. എങ്ങനെ നോക്കിയാലും ഈ കൈ കടത്തി വെട്ടു അത്. ഛേ,
ആ ചെക്കനാണെങ്കിൽ എന്നൊന്നും നോക്കുന്ന പോലുമില്ല. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ എന്നെ ഒരു ഉമ്മയെ പോലെയാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും അത് മാറ്റണം. എന്നാലേ ഇക്ക വരുന്നത് വരെ അതൊക്കെ ഒന്ന് ഇളക്കിക്കൊണ്ട് നടക്കാൻ പറ്റും. ഞാൻ അതെല്ലാം ഓർത്ത് അവനുള്ള ചോറെടുത്ത് വെച്ചു. കൂടെ മോൾക്കുള്ള ചോറും കറിയും അവളുടെ മുറിയിലേക്കും കൊണ്ടുപോയി കൊടുത്തു. അല്ല, ഉമ്മ കഴിക്കുന്നില്ലേ? അവൻ ചോദിച്ചു. ഉമ്മ ഉപ്പ വന്നിട്ടേ കഴിക്കൂ, നീ കഴിക്ക്, നിനക്കല്ലേ ധൃതി. ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് അവന് ചോറെല്ലാം വിളമ്പിക്കൊടുത്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ അവനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണമെന്നായിരുന്നു. നീ ആകെ മെലിഞ്ഞുപോയി, നല്ലോണം കഴിക്കൂ, ഒന്നുകൂടെ ഒന്ന് തടിക്കട്ടെ. 1-2 വർഷം കൂടി കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ പോറ്റാനുള്ളതല്ലേ? ഞാൻ അവനോട് ചോദിച്ചു. അതെന്താ, എന്നെ കണ്ടിട്ടിപ്പോൾ ഒരു പെണ്ണിനെ പോറ്റാൻ കഴിയില്ലെന്നാണോ അമ്മായി പറയുന്നത്? ഏയ്, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതിനുള്ളതൊക്കെ നിൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ കണ്ടതല്ലേ. ഞാൻ നിൻ്റെ ശാരീരികത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓ, ഒന്ന് അമ്മായി. അമ്മായി അത് കണ്ടോ? പിന്നെ ഞാൻ കാണാതെ ഞാൻ എന്താ കണ്ണു പൊട്ടിയാണോ? വെറുതെ തള്ളല്ലേ അമ്മായി, അതങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അമ്മായി ചുമ്മാ എന്നെ കളിയാക്കല്ലേ. എന്ത്, അങ്ങനെയൊന്നും കാണാൻ പറ്റില്ലെന്നോ? ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കായിരുന്നു, എന്താടാ നീ അതിന് വളമിട്ട് കൊടുക്കുന്നതെന്ന്. ഞാനത് കണ്ട് നെട്ടിരിക്കാടാ. ഇത്രയൊക്കെ ഉണ്ടാവുമോ ഓരോന്ന്? ഞാനിതുവരെ ഇത്രയുള്ളത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു. എന്താ, അമ്മായിക്ക് ഇഷ്ടപ്പെട്ടോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം എന്നെ ആകെ നെട്ടിച്ചു. ഞാനൊന്നും മിണ്ടാതെ അവൻ്റെ അടുത്ത് നിന്നു. പറ, അമ്മായിക്ക് ഇഷ്ടപ്പെട്ടോ? അവൻ വീണ്ടും ചെറു ചിരിയോടെ ചോദിച്ചു. ഇനി ഇങ്ങനൊരവസരം ചിലപ്പോൾ അവൻ തരില്ല. കിട്ടിയ അവസരം തന്നെ മുതലെടുത്ത് ഞാൻ അവനോട് ചോദിച്ചു. ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാടാ? അവൻ വീണ്ടും ആവർത്തിച്ചു. അമ്മായി പറ, ഇഷ്ടപ്പെട്ടോ? അത് പിന്നെ ഇഷ്ടപ്പെടാതെ ഇരിക്കോ? ഞാൻ തല താഴ്ത്തി അവനോട് പറഞ്ഞു. എനിക്ക് ഇഷ്ടമായി. പിന്നെ ഞാനത് എങ്ങനെയാ പറയുമെന്ന് വെച്ചിട്ടാ അവൻ എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ വീണ്ടും നെട്ടി. അവനോട് ഞാൻ ചോദിച്ചു, എന്തിഷ്ടമായെന്നാ നീ പറയുന്നത്? അത് പിന്നെ അമ്മായി താഴെ നിന്നും മേളിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്, അതുപോലെ ഞാൻ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ ചിലതൊക്കെ കണ്ടു. ഡാ ഷാഫി, നീയാൾ കൊള്ളാലോ. ഞാൻ കരുതി നീയാളൊരു പച്ച പാവാണെന്നാ. അപ്പോൾ അതായിരുന്നില്ല നിനക്ക് പണി. അത് പിന്നെ ആ വിറക് വീണപ്പോൾ ഞാൻ നന്നായി കണ്ടു. അമ്മായി ആയതുകൊണ്ടാണ് ഞാൻ അടക്കി വെച്ചത്. ഇതിപ്പോൾ അമ്മായി എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ എനിക്കും പറയാൻ തോന്നി. ഇപ്പോൾ കണ്ടതുകൊണ്ട് നിനക്ക് വല്ലതും ആയോ? ഞാൻ അവനോട് ചോദിച്ചു. ആ, ചെറുതായിട്ടൊക്കെ. അത് മതിയോടാ, വലുതായിട്ടൊന്നും വേണ്ടേ? ഞാൻ ചോദിച്ചു. അമ്മായി എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, അത് നീയൊന്ന് പോവണ്ട, അതൊക്കെ അപ്പോൾ മനസ്സിലാകും, ഞാൻ അവനോട് പറഞ്ഞു. ഉറപ്പാണോ? എന്നാൽ ഞാനിന്ന് പോകുന്നില്ല, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. നീ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്ക്, ഞാൻ പോയി കുട്ടികളെ നോക്കട്ടെ. അവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ TV ഇട്ട് കൊടുത്താൽ അവരതിലിരുന്നോളും. അപ്പോൾ ഉമ്മുമ്മയും ഉപ്പുപ്പയോ? അതൊക്കെ ഞാൻ പറയാം. ഞാൻ ആദ്യം നീ പോകുന്നില്ലെന്ന് ഉമ്മയോടൊന്ന് പറയട്ടെ. അങ്ങനെ ഞാൻ പോയി ഉമ്മയോട് ഷാഫി ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ താത്താക്ക് ഫോൺ വിളിച്ചു. ഹലോ താത്ത, ഷാഫി ഇന്ന് ഇവിടെ നിൽക്കട്ടെ, കുട്ടികൾ അവനെ വിടുന്നില്ല, നാളെ രാവിലെ അങ്ങോട്ട് വന്നോളൂ, ഞാൻ താത്തയോട് പറഞ്ഞു. അവൻ കളി കഴിഞ്ഞ് നേരെ പോകുന്നതല്ലേ, അങ്ങോട്ട് മാറ്റാനൊരു ഡ്രസ്സ് പോലും കൊണ്ടുവന്നില്ലല്ലോ, താത്ത ചോദിച്ചു. രാത്രി ഉറങ്ങുമ്പോൾ ഉടുക്കാനല്ലേ, അതൊക്കെ ഞാൻ കൊടുത്തോളാം, ഞാൻ പറഞ്ഞു. അങ്ങനെ താത്ത ആ കാര്യം സമ്മതിച്ചു. ഞാൻ നേരെ പോയി കുട്ടികളുടെ പാത്രമെല്ലാം എടുത്തുകൊണ്ട് വന്ന് കിച്ചണിൽ വെച്ചു. അവർക്ക് കിടക്കാനുള്ള സൗകര്യമെല്ലാം സെറ്റാക്കി TVയും വെച്ച് കൊടുത്തു. അവരുടെ കാര്യം ഒരു തീരുമാനമാക്കി. ഞാൻ ഉപ്പയുടെ വരവിനായി കാത്തിരുന്നു. വൈകാതെ ഉപ്പയും വന്നു. ഉപ്പാക്കും ഉമ്മാക്കുള്ള ചോറെല്ലാം എടുത്തു കൊടുത്ത് ഞാൻ ഷാഫിയുടെ അടുത്തേക്ക് വന്നു. അമ്മായി, ആരെങ്കിലും അറിയുമോ? ചെറിയ പേടിയിൽ അവൻ എന്നോട് ചോദിച്ചു. ഇല്ലട ഷാഫി, നീ പേടിക്കണ്ട,
അവരിപ്പോൾ ഉറങ്ങും. പിന്നെ ആരാ ഇവിടെ ഉള്ളത്? കുട്ടികളോ? അവർ റൂമിൽ ടി വിയും കണ്ടിരുന്നോളും. അല്ലമ്മായി, ഞാൻ എവിടെ കിടക്കാം? അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ. കഴിച്ചു കഴിഞ്ഞെങ്കിൽ കൈ കഴുകിയിട്ട് ഉപ്പുപ്പയെ ഒന്ന് പോയി കണ്ടേക്ക്. ഞാൻ അവനോടും പറഞ്ഞ് ഫുഡ് കഴിച്ചു. അവൻ പോയി ഉപ്പയെ കണ്ട് സംസാരിച്ചിരുന്നു. ഞാൻ ഫുഡെല്ലാം കഴിച്ച് അവനുള്ള റൂം സെറ്റാക്കി കൊടുത്തു. എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ആ റൂം. അങ്ങനെ രാത്രി 10 മണിയായി. എല്ലാവരും പോയി കിടന്നു, കൂട്ടത്തിൽ ഞാനും. ഞാൻ മക്കളുടെ കൂടെ പോയി കിടന്ന് ടി വിയും കണ്ട് അവരെ വേഗം അങ്ങ് ഉറക്കി. സാധാരണ ഹോളിലെ ലൈറ്റ് ഞാൻ ഇട്ട് വെക്കാറാണ് പതിവ്. അന്ന് ഞാൻ ആ ലൈറ്റ് അങ്ങ് ഓഫാക്കി. കുട്ടികളും ഉമ്മയും ഉപ്പയും ഉറങ്ങിയെന്ന് ഉറപ്പാക്കി ഞാൻ പതിയെ എഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് നടന്നു. അവൻ ഉറക്കഴിച്ച് എന്നെ കാത്തിരിക്കുന്നുണ്ടായി. ഒറ്റ ദിവസം കൊണ്ട് കണ്ടാഗ്രഹിച്ച ആ കപ്പക്കിഴങ്ങ് ഞാനങ്ങ് സ്വന്തമാക്കി. പിന്നീട് ആ രാത്രി ഞങ്ങൾ മറക്കാനാകാത്ത ഒരു രാത്രിയാക്കി മാറ്റി. അപ്പം ഇതിൻ്റെ ബാക്കി ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കയറിയാൽ ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ വേഗം അങ്ങോട്ട് പോരട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.